കോട്ടയം തൊള്ളകത്ത് തട്ടുകടയിലുണ്ടായ സംഘർഷത്തിനിടെ ചവിട്ടേറ്റ് പോലീസുകാരൻ കൊല്ലപ്പെട്ടു. കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ഡ്രൈവർ ശ്യാം പ്രസാദാണ് മരിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പാറമ്പുഴ സ്വദേശി ജിബിൻ ജോർജിനെ അറസ്റ്റ് ചെയ്തു. നെഞ്ചിലേറ്റ ഗുരുതര പരിക്ക് മരണകാരണമായെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പുലർച്ചെ 1 മണിയോടെ തെള്ളകത്ത് MC റോഡിന് സമീപത്തെ തട്ടുകടയിലാണ് സംഭവം. പ്രതി ജിബിനും കടയുടമയും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്ന് കടയുടമയെ ജിബിൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്ന പോലീസുകാരൻ ശ്യാം പ്രസാദ് കടയിലെത്തിയത്. പോലീസുകാരനെ മുൻപരിചയമുള്ള കടയുടമ വിവരം ധരിപ്പിച്ചതോടെ ആക്രമണം തുടർന്നാൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്ന് പ്രതിയോട് ശ്യാം പ്രസാദ് പറഞ്ഞു. ഒപ്പം ആക്രമിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ പ്രതി പോലീസുകാരനെ ആക്രമിക്കുകയായിരുന്നു. തള്ളി താഴെയിട്ട ശേഷം പ്രതി പോലീസുകാരന്റെ നെഞ്ചത്ത് ചവിട്ടി. തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ നൈറ്റ് പെട്രോളിംഗിനെത്തിയ പോലീസ് സംഘമാണ് കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. തട്ടുകടക്കാർ തമ്മിലുള്ള പ്രശ്നത്തിൽ കൊട്ടേഷനെടുത്താണ് പ്രതി ജിബിൻ സംഘർഷമുണ്ടാക്കിയതെന്നും വിവരമുണ്ട്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രാഥമിക വിവരം അങ്ങനെയാണ്. ഈ സാലി മൊഴി തന്നിരിക്കുന്നത് പ്രകാരം തൊട്ടടുത്തുള്ള തട്ടുകടയിലുള്ള പ്രകാശൻ പറഞ്ഞയച്ചു എന്നുള്ള രീതിയിലാണ് നമുക്ക് മൊഴി കിട്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം. പ്രകാശനും ജിബിൻ ജോർജും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തണം. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ സാമൂഹ്യ വിരുദ്ധരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ജിബിനെതിരെ ലഹരി കേസ് ഉൾപ്പെടെ 7 കേസുകളുണ്ട്. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്യാം പ്രസാദിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. നെഞ്ചിലേറ്റ ഗുരുതര പരിക്ക് മൂലമാണ് മരണം. വാരിയെല്ലുകൾ ഒടിഞ്ഞു. ശ്വാസകോശത്തിൽ ക്ഷതവും ആന്തരിക രക്തസ്രാവവും ഉണ്ടായതായും ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നു. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ, പോലീസ് ക്ലബ്ബ് എന്നിവിടങ്ങളിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് മാഞ്ഞൂരിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. മീഡിയ 1 കോട്ടയം.